ിൽ കൂടി ശീതളിപ്പിക്കുകയാണ്, ശീതളപാനീയം ഉണ്ടാക്കി സംഘികൾക്ക് വിളമ്പുകയാണ് ഈ പറയുന്ന ഒരു അവതാരിക. അവതാരിക പറയുന്നത് വേടനെ സർക്കാർ അംഗീകരിച്ചത് വേടന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും വേണ്ടിയിട്ടാണെന്നും, വേടനെ അംഗീകരിച്ചത് കൊണ്ട് തന്നെയും വേടനെ തോന്നുമ്പോഴേ വേടൻ പാട്ട് പാടുകയുള്ളൂ, വേണമെങ്കിൽ കേട്ടാൽ മതി എന്നുള്ള രീതിയിൽ ഒരു ധാർഷ്ട്യവുമൊക്കെ വേടന് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ സംഭവം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞു. അതായത് നാട്ടുകാർ വേടനെ കാണാൻ വേണ്ടിയിട്ടും വേടന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും കൂടി നിൽക്കുന്നു. എന്നാൽ വേടൻ ഏറെ സമയം വൈകിട്ടും വേടനെ കാണാതാവുമ്പോൾ അവരെല്ലാവരും ആ വിഷമം കൊണ്ടും ആ ബുദ്ധിമുട്ടുകൾ കൊണ്ടും വേടനെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ അവർ റിയാക്ട് ചെയ്യുന്നു. എന്നാൽ അതിനെ വേടന്റെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകും, വേടൻ വന്നാൽ അലങ്കോലമാകും, വൃത്തികേടാവും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു കാരണം കണ്ടെത്താൻ വേണ്ടി ഇരുന്നിരുന്ന ശീതളിസം അല്ലെങ്കിൽ ശീതളം എന്ന് പറയുന്ന ആ ചേച്ചിയെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് പുള്ളിക്കാരുടെ മെഴുകൽ എന്താണെന്ന് കേട്ട് നോക്കാം. ഏത് ലെവലിലേക്കാണ് മെഴുകൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് മെഴുകുന്നതെന്നും